സോ അതുകൊണ്ടാണ് യുദ്ധം ഒരു സ്പെക്ടക്കിൾ ആകുന്നത്. നമ്മളിലെ മിക്കവരും യുദ്ധം നേരിട്ട് കാണുന്നില്ല, മറിച്ച് നമ്മൾ കാണുന്നത് യുദ്ധത്തെ പറ്റിയിട്ടുള്ള വീഡിയോസും ഗ്രാഫിക്സും അതുപോലെ ന്യൂസുകളും ഒക്കെയാണ്. ഇങ്ങനെ ശരിക്കും യുദ്ധം റിയാലിറ്റിയിൽ നിന്ന് മാറി ഒരു സിനിമയോ പരസ്യമോ ഒക്കെ പോലെ ഒരു വിഷ്വൽ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് മാറുന്നു. ഇവിടെ യുദ്ധം എന്നത് കാണാൻ കഴിയുന്ന ഒന്നായിട്ട് മാത്രം മാറിക്കഴിഞ്ഞാൽ അതൊരു കഥ പോലെ പറയാൻ കഴിയുന്ന ഒന്നായിട്ട് മാറും. കഥ പോലെ പറയാൻ കഴിയുന്ന ഒന്നായി കഴിഞ്ഞാൽ അത് വിൽക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറും. ഈ ഒരു ഐഡിയ ആണ് ഗൈ ഡിബോർഡ് സൊസൈറ്റി ആസ് എ സ്പെക്ടക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വീഡിയോ ഗെയിം പോലെ അല്ലെങ്കിൽ ഒരു സ്പോർട്ട് പോലെ വാറിനെ മീഡിയ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കുള്ള റിയാലിറ്റി അല്ല, മറിച്ച് മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലീൻ, സിമ്പിൾ ആൻഡ് ഹൈപ്പർ റിയലിസ്റ്റിക് വേർഷൻ മാത്രമാണ്. ദ ഗൾഫ് വാർ ഡിഡ് നോട്ട് ടേക്ക് പ്ലേസിൽ ജോൺ ബോഡിലാൻഡ് ഇതേ ഐഡിയ തന്നെയാണ് പറഞ്ഞത്. അതായത് ഗൾഫ് വാറിന്റെ സമയത്ത് മീഡിയയിലൂടെ ജനങ്ങൾ കണ്ടത് യുദ്ധത്തിന്റെ കൈവസും സഫറിങ്സും അല്ല, മറിച്ച് മീഡിയയും മിലിറ്ററിയും കൂടെ ചേർന്ന് റിയാലിറ്റി മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സിനിമാറ്റിക് ഹൈടെക് ഷോ മാത്രമായിരുന്നു. ഇതിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ ഇതിലൂടെ വാറിന്റെ എസ്തറ്റൈസേഷൻ അല്ലെങ്കിൽ സൗന്ദര്യവൽക്കരണമാണ് നടക്കുന്നത്. അതായത് വയലൻസിനെ കാഴ്ചയിൽ മനോഹരമായിട്ട് തോന്നുന്ന ഒരവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ യുദ്ധങ്ങൾ ഹീറോയ്ക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒന്നാണെന്ന് ആളുകൾക്ക് തോന്നുകയും അവരതിനെ നോർമൽ അല്ലെങ്കിൽ നെസസറി ആയിട്ട് കാണാൻ തുടങ്ങുകയും ചെയ്യും. ഇതിലൂടെ മരിക്കുന്നവരെക്കുറിച്ചോ സഫർ ചെയ്യുന്നവരെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ മനുഷ്യന്മാരെ പറ്റിയിട്ടോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതിലൂടെ ഗവൺമെന്റ്സിനും മീഡിയാസിനും ബെനിഫിറ്റ് എന്തെന്നാൽ പൊളിറ്റിക്കൽ മിസ്റ്റേക്സും ഡെഡ് ബോഡീസും കൊണ്ട് നിറഞ്ഞ ഡിസ്റ്റർബിങ്ങും കോംപ്ലിക്കേറ്റഡും ആയിട്ടുള്ള റിയാലിറ്റിയെക്കാട്ടിൽ വിറ്റഴിക്കാൻ എളുപ്പം ഭംഗിയായി പാക്ക് ചെയ്ത സിനിമ പോലെയുള്ളൊരു യുദ്ധമാണ്.